തെറ്റുതിരുത്തലിന് തയ്യാറെങ്കിലും നേതൃമാറ്റമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. തുടർ ഭരണത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ നെടുംതൂണായി നിന്നത് പിണറായി വിജയനാണ്. നേതൃമാറ്റം പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ ഇല്ലെന്നും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വി വിനോദ് വിശദാംശങ്ങൾ നൽകാൻ. വിനോദ്, നേതൃമാറ്റമില്ല, പക്ഷേ ഈ അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യം ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ ഈ വിവാദം ഗൌരവമായി പരിശോധിക്കുമെന്നുമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? പാർവതി, നേതൃമാറ്റത്തിന്റെ ഒരു സാഹചര്യവുമില്ല. കാരണം രണ്ടാം പിണറായി സർക്കാർ, ആ സർക്കാരിന്റെ ഒരു തുടർച്ചയ്ക്ക് തന്നെ കാരണക്കാരനായത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നായകത്വത്തിലുള്ള ഈ സർക്കാർ മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. എന്നാൽ തെറ്റുതിരുത്തൽ പ്രക്രിയ ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് തോൽവി അത് കൃത്യമാണ്, അത് അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മാറ്റേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തും. മാറാതെ നിൽക്കുന്നതല്ല മാർക്സിസ്റ്റ് രീതി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായും മാറ്റി മുന്നോട്ട് പോകും. ജനങ്ങളെ കൂടുതൽ പാർട്ടിയുമായി അടുപ്പിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത്. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും തുടങ്ങിയ കാര്യങ്ങൾ എം.വി. ഗോവിന്ദൻ പറയുന്നു. മാത്രവുമല്ല, ഈ മാധ്യമങ്ങൾ പറയുന്ന തരത്തിലാണെങ്കിൽ 33% വോട്ട് ഇപ്പോഴും നേടാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ജനകീയ അടിത്തറ തകർന്നു എന്ന് പറയുക എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇ.പി. ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച അത് നേരത്തെ വലിയ വിവാദമായതാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിൽ ചർച്ചയായി ഉയർന്നു വന്ന ഒരു കാര്യമാണ്. പോളിംഗ് ദിനത്തിൽ തന്നെ ഇത് വലിയ വെളിപ്പെടുത്തലുകളും ചർച്ചയും വോട്ടർമാരെ തന്നെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് എത്തിയ ഒരു വിഷയമാണ്. അത് ഗൌരവമായി കാണുന്നു എന്ന് തന്നെയാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. ഈ വിഷയത്തിൽ ഗൌരവമായി കണ്ട് അതിൽ ആവശ്യമായ തിരുത്തലുകൾ എന്ന സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. നമുക്കറിയാം, പാർട്ടിയിൽ എം.വി. ജയരാജനേക്കാൾ ഇ.പി. ജയരാജനാണ് സീനിയർ. എം.വി. ഗോവിന്ദനേക്കാൾ സീനിയർ ഇ.പി. ജയരാജനാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എം.വി. ഗോവിന്ദൻ പരിഗണിക്കപ്പെടുമ്പോൾ ഇ.പിക്ക് ആ സമയം മുതൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അദ്ദേഹം എൽ.ഡി.എഫ് യോഗങ്ങളിൽ കൺവീനറായിട്ട് കൂടി അദ്ദേഹം എൽ.ഡി.എഫ് യോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൂടി നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, വർഗീയ ശക്തികൾ അത് പലതരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ബി.ജെ.പിയുടെ വളർച്ച അത് ഗൌരവമായി തന്നെ കണ്ടുകൊണ്ട് ഇടതുപക്ഷം കൃത്യമായി ജനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യം കൂടി. തെറ്റുതിരുത്തലിന് തയ്യാറെങ്കിലും നേതൃമാറ്റമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ അഭിമുഖത്തിൽ പറയുന്നു. വിവരങ്ങൾ നൽകിയത് വി വിനോദ്.